ഈശോയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബദൽ ധ്യാന കേന്ദ്രത്തിലെ ജോസ് ബ്രദറിലൂടെ ദൈവം ഞങ്ങൾക്ക് നൽകിയ വലിയൊരു അനുഗ്രഹത്തിന് സാക്ഷ്യം നൽകാനാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. 2017 ഞങ്ങൾ ആദ്യമായിട്ട് ബദൽ ധ്യാന കേന്ദ്രത്തിൽ വരുന്നത്. അന്ന് വളരെയേറെ സങ്കടത്തോടും നിരാശയോടും കൂടിയാണ് ഞങ്ങൾ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വരുന്നത്. കാരണം 5 വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. 5 വർഷമായിട്ട് ഞാൻ ട്രീറ്റ്മെന്റിൽ തന്നെയായിരുന്നു. പക്ഷെ അവസാനമായപ്പോഴത്തേനും എനിക്ക് ട്രീറ്റ്മെന്റും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം ഈ 2017 ഡിസംബർ ആയപ്പോഴേക്കും എനിക്ക് ഷുഗർ ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് വന്നു. ഷുഗർ ഹൈ ലെവലിലായതുകൊണ്ട് എനിക്ക് പ്രഗ്നന്റ് ആകാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. കാരണം ഒന്നെങ്കിൽ കുഞ്ഞിനെ കിട്ടില്ല, പോകും, അതല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് വൈകല്യം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളിപ്പം പ്രഗ്നൻസിക്ക് ശ്രമിക്കേണ്ടെന്നാണ് ഞങ്ങളോട് ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞത്. അതിനിടയ്ക്ക് ഒരു 3 അബോർഷനും കൂടി കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഇനി ഒരു കുഞ്ഞിനെ കിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചത്. 2017 വരുന്ന സമയത്ത് ഞങ്ങൾ ബ്രദറിനെ ചെന്ന് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ബ്രദർ പറഞ്ഞു, ഹസ്ബൻഡിനോടാണ് പറഞ്ഞത്, നിനക്കൊരു നല്ലൊരു ആൺകുട്ടിയെ ദൈവം തരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, നല്ല തടിച്ച് നിന്നെ പോലെ തന്നെ വണ്ണമുള്ള നല്ലൊരു കുഞ്ഞിനെ തരുന്നതായിട്ട് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്ക് വെള്ളം പ്രാർത്ഥിച്ചു തന്നു. ഞങ്ങൾ വീട്ടിൽ പോയി വിശ്വാസത്തോടെ വെള്ളം കുടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനൊരു 3 മാസം ആയപ്പോഴത്തേനും പ്രഗ്നന്റ് ആയി. പക്ഷെ അത് വീണ്ടും അബോർഷൻ ആയിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഒരുപക്ഷെ നമ്മൾ ഇത്രയും വിഷമത്തോടെ വന്നതുകൊണ്ട്, അത്രയും വിഷമം ബ്രദറിനോട് പറഞ്ഞതുകൊണ്ട് ഒരുപക്ഷെ നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം ബ്രദർ കുഞ്ഞിനെ കിട്ടുമെന്ന് പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് വീണ്ടും വിഷമത്തിലായി. അപ്പൊ വീണ്ടും ചേച്ചി മുഖേനയാണ്, ഹസ്ബൻഡിന്റെ ചേച്ചി മുഖേനയാണ് ഞങ്ങൾ ധ്യാനത്തിന് വരുന്നത്. അപ്പൊ ചേച്ചി പറഞ്ഞു, സാരമില്ല, നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒന്ന് ധ്യാനത്തിന് പോവാം. കാരണം ഞങ്ങൾ ഭയങ്കര നിരാശയിലായി വീണ്ടും. അപ്പൊ ചേച്ചി പറഞ്ഞു, ഒരു പ്രാവശ്യം കൂടി നമുക്കൊന്ന് ധ്യാനത്തിന് പോയിട്ട് പ്രാർത്ഥിക്കാം, അതിനുശേഷം നിങ്ങൾ എന്താന്ന് വെച്ചാൽ തീരുമാനം എടുത്തോളാൻ പറഞ്ഞു. ഞങ്ങൾ വീണ്ടും വന്നു, ബ്രദറിനെ കണ്ടു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബ്രദർ പറയുന്നു, കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രത്യേക പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ സമയത്ത് ബ്രദർ പറഞ്ഞു, നിങ്ങൾ ആരും ഫലം തരാത്ത അത്തിവൃക്ഷമല്ല, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈശോയോട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാനും എൻ്റെ ഭർത്താവും ഈശോയോട് പ്രാർത്ഥിച്ചു. ബ്രദർ വെള്ളം വെഞ്ചിരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ വെള്ളത്തിന്റെ ഉള്ളിൽ ഒരു 2 കുഞ്ഞു കാലുകൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദൈവം കുഞ്ഞിനെ തരുന്നുണ്ട്, നല്ലൊരു ആൺകുഞ്ഞാണ്, അവന്റെ കാലുകളാണ് ഈ കാണുന്നത്. അപ്പം നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് 2 പേരും തലയിൽ ഒരാള് തലയിലും വയറിലും കൈ വെച്ച് വിശുദ്ധ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു 6 മാസമൊക്കെ ആയിട്ടും ഞങ്ങൾക്ക് ഫലമൊന്നും ഉണ്ടായില്ല. പക്ഷെ ചേച്ചി വീണ്ടും വിശ്വാസത്തോടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ബ്രദറിനെ കാണുന്ന സമയങ്ങളിലെല്ലാം ചേച്ചി പറയും, ബ്രദറെ, എൻ്റെ ആങ്ങളയ്ക്ക് കുഞ്ഞായില്ല, ബ്രദർ ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിക്കുന്ന സമയത്ത് ചേച്ചിയോട് പറഞ്ഞു, 90 ദിവസത്തിനുള്ളിൽ നിന്റെ ആങ്ങളയ്ക്കൊരു കുഞ്ഞുണ്ടാകുന്നതായിട്ട് ഞാൻ ദർശനത്തിൽ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി അത് ഞങ്ങളോട് പറഞ്ഞില്ല. അതിനുശേഷം എനിക്ക് ബോഡിയിൽ നല്ല പെയിൻ വന്നു ഒരു ദിവസം. അപ്പം പീരിയഡ്സ് സാധാരണ ഇൻകറക്റ്റ് ആയിട്ട് വരാറുള്ളത് കൊണ്ട് നമ്മൾ ഈ പ്രഗ്നൻസി ആണോ എന്ന് ശ്രദ്ധിച്ചില്ല. കാരണം ഞങ്ങൾ ഏകദേശം അടുത്തായിരുന്നു. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചില്ല. ഈ പീരിയഡ്സ് ഇൻകറക്റ്റ് ആയിട്ട് വന്നതാകാമെന്ന് വിചാരിച്ച് നോക്കിയില്ല. അപ്പൊ എനിക്ക് ബോഡി പെയിൻ വന്നപ്പോൾ ഒരു ഫിസിഷ്യനെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണാൻ പറഞ്ഞു. ഞങ്ങൾ ചെന്ന് ഗൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പോഴേക്കും ഒരു 3.5 മാസമായ പ്രായമുള്ള ഒരു കുഞ്ഞെൻ്റെ വയറ്റിലുണ്ടായിരുന്നു. അവന് ഹാർട്ട് ബീറ്റ്സ് ഉണ്ടായിരുന്നു. എൻ്റെ ഡയബറ്റിക് ആ സമയത്ത് വളരെ നോർമലായിരുന്നു. സാധാരണ 380 മുകളിലുണ്ടായിരുന്ന ഡയബറ്റിക് ഞാൻ പ്രഗ്നന്റ് ആയതിനു ശേഷം ഒരിക്കൽ പോലും കൂടിയിട്ടില്ല. എനിക്ക് ബദൽ ധ്യാന കേന്ദ്രത്തിലെ പ്രാർത്ഥനയിലൂടെ ഒരു നല്ല ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകാൻ എനിക്ക് സാധിച്ചു. ഞാൻ ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു.